നമസ്കാരം. സ്വപ്നങ്ങൾക്ക് അതിർത്തികളില്ലെന്ന് തെളിയിച്ച ഒരു യാത്ര. ഇന്ത്യയിൽ നിന്ന് ലണ്ടൻ വരെ ബസ്സിൽ സഞ്ചരിച്ച ആ ചരിത്രത്തിൻ്റെ വിസ്മയ ലോകത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും അറിയാത്തതായ ഒരു കാര്യമുണ്ട്. ഇന്ത്യ ലണ്ടൻ ബസ് യാത്ര ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. 1957 കൊൽക്കട്ടയിൽ നിന്ന് ലണ്ടനിലേക്ക് ആൽബർട്ട് ടൂസ് എന്ന പേരിൽ യഥാർത്ഥത്തിൽ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് റൂട്ടായിരുന്നു അത്. വെറുമൊരു ബസ്സല്ലായിരുന്നു അത്. ഈ ബസ്സിനുള്ളിൽ യാത്രക്കാർക്ക് കിടന്നുറങ്ങാൻ കട്ടിലുകൾ, റേഡിയോ, വായനാമുറി, കൂടാതെ പാചകം ചെയ്യാനുള്ള അടുക്കള വരെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് രാജ്യങ്ങൾ തമ്മിലുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതിർത്തി തർക്കങ്ങളും കാരണം 1976 ഈ സർവീസ് എന്നേക്കുമായി നിന്നുപോയി. മോഡേൺ ബസ് ടു ലണ്ടൻ. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. അഡ്വഞ്ചേഴ്സ് ഓവർലാൻഡ് എന്ന ഇന്ത്യൻ കമ്പനി ബസ് ടു ലണ്ടൻ എന്ന പേരിൽ ഈ സ്വപ്നയാത്ര വീണ്ടും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണയായി കാണുന്ന ബസ് പോലെയല്ല. തികച്ചും ലക്ഷറി സൗകര്യങ്ങളുള്ള ഒരു പ്രത്യേക എക്സ്പെഡിഷൻ ബസ്സാണ്. വെറും 20 സീറ്റുകൾ മാത്രമാണ് ഇതിലുള്ളത്. ബിസിനസ് ക്ലാസ് വിമാനങ്ങളിലേതുപോലെ പുഷ് ബാക്ക് സീറ്റുകൾ, വൈഫൈ, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ചാർജിംഗ് പോയിൻ്റ് എന്നിവയെല്ലാം ഇവിടെയുണ്ട്. യാത്ര പൂർത്തിയാക്കാൻ 70 ദിവസം വേണം. 20,000 കിലോമീറ്ററാണ് ബസ് സഞ്ചരിക്കുന്നത്, ഏകദേശം 18 രാജ്യങ്ങളിലൂടെ. ഒരാൾക്ക് ഏകദേശം 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ചിലവ് വരും. പഴയ കാലത്ത് ഏകദേശം 145 പൗണ്ടായിരുന്നു ഇതിൻ്റെ ചിലവ്. ഇന്ത്യൻ രൂപ 15,000 രൂപയായിരുന്നു പഴയ കാലത്തെ നിരക്ക്.